മീരയുടെ മുഖത്ത് നല്ല പ്രസാദം ഉണ്ടല്ലോ. ആദർശ് തിരിച്ചെത്തിയതിന്റെ സന്തോഷമാണോ? അതെ മുകുന്ദേട്ട, മുകുന്ദേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കുറ്റം ചെയ്തവരെല്ലാം ഭഗവാൻ തന്നെ പോലീസിന്റെ കയ്യിലെത്തിച്ചു. കാലം അതിന്റെ കണക്ക് തീർക്കുക തന്നെ ചെയ്യും. ശരിയാണ്, അവർ ചെയ്തതിനെല്ലാം ഉള്ള ശിക്ഷ അവർക്ക് കിട്ടി. ചെയ്തതെല്ലാം വിജയമെന്ന് ഉറപ്പിച്ച സമയത്താ പെട്ടെന്നെല്ലാം തകിടം മറിഞ്ഞത്. നമ്മുടെ മനസ്സിലെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ നല്ലതാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇനി മുജ്ജന്മ പാപങ്ങളോ കാലദോഷങ്ങളോ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഈശ്വരൻ തന്നെ തീർത്തു തരികയും ചെയ്യും. അതുകൊണ്ട് മുടങ്ങാത്ത പ്രാർത്ഥനകളും ഈശ്വര ഭജനവും ജീവിതത്തിൽ ശീലമാക്കണം. ഭഗവാനെ വിട്ടൊരു ജീവിതം എനിക്കില്ല. എന്റെ ജീവിതത്തിൽ എനിക്കാകെ ഈശ്വരന്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛനെയും ആദർശേട്ടനെയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ ഭഗവാനായി തന്നെയാണ് കാണുന്നത്. മറ്റുള്ളവരിലും അതേ ഭഗവാന്റെ സാമീപ്യം തന്നെയാണ് ഞാൻ തേടുന്നത്. സ്നേഹിക്കുന്നവരിലും ദ്രോഹിക്കുന്നവരിലും ഒരേ മനസ്സോടെ ഈശ്വരനെ കാണാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാഴ്ചപ്പാട് തന്നെയാണ്. ആ സമഭാവന മനസ്സിന് ഒരുപാട് ആശ്വാസം തരും. ജീവിതത്തിന് അർത്ഥമുണ്ടാവും. ഉള്ളിലെ അറിവിന് തെളിച്ചമുണ്ടാവും. മീരയുടെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടമാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ചിലപ്പോ ഇതുവരെ സംഭവിച്ചതിനേക്കാൾ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഓരോ സാഹചര്യങ്ങളെയും അതിജീവിക്കുമ്പോഴും നമ്മൾ കൂടുതൽ ശക്തരാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരവസരത്തിലും മനസ്സിലെ ധൈര്യവും പോരാടാനുള്ള വീര്യവും വിട്ടുകളയരുത്. ഇനി എന്ത് പരീക്ഷണ ഭഗവാൻ എനിക്ക് കാത്തുവച്ചിരിക്കുന്നത്? ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് അനുഭവിക്കാനാ മുകുന്ദേട്ടാ? ജീവിതത്തിൽ ഓരോ മനുഷ്യരും കരുതുന്നതേ അവരുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതെന്നാണ്. എന്നാൽ അതങ്ങനെയല്ല. നമ്മളെക്കാൾ കഷ്ടതകൾ അനുഭവിക്കുന്നവരും സ്വന്തം പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ത്രാണിയില്ലാത്തവരും നമുക്ക് ചുറ്റുമുണ്ട്. ഒരാൾക്ക് ചില സാഹചര്യത്തിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് അതൊരു വലിയ പ്രശ്നമായി മുന്നിൽ വരുന്നത്. ഒരേ സംഭവങ്ങൾ ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുക. അതുകൊണ്ട് ഇനി ജീവിതത്തിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കാതെ എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്ന് മനസ്സിൽ തീരുമാനിക്കുക. അതിനുള്ള ശക്തി തരാൻ പ്രാർത്ഥിക്കുക. മീര തൊഴുതിട്ട് വന്നോളൂ. എല്ലാം നന്നായി വരും. ശരി മുകുന്ദേട്ടാ.